1/2 കിലോമീറ്റർ പരിധിക്കുള്ളിൽ കുളമ്പ് രോഗലക്ഷണം കണ്ട നവംബർ 28 മുതൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു തൃശൂർ മൃഗശാല. എന്നാൽ അധികൃതരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ച് മൃഗശാലയിലെ മാനുകൾക്കും മ്ലാവുകൾക്കും കുളമ്പ് രോഗം സ്ഥിരീകരിച്ചു. 2 മാനും 1 മ്ലാവും രോഗം ബാധിച്ച് ചാവുകയും ചെയ്തു. നിലവിൽ മൃഗങ്ങൾക്ക് പ്രതിരോധ കുത്തിവയ്പടക്കമുള്ളവ നടത്തിവരികയാണ്. അസുഖം കാണുന്നവയെ മാറ്റിപ്പാർപ്പിച്ച് അവയ്ക്ക് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് അസുഖം പടരാതിരിക്കാൻ നോക്കുന്നുണ്ട്. ഇവിടെ സന്ദർശക നിരോധനം 18-ാം തീയതി മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അത് കൂടുതലായിട്ട് നീട്ടിക്കൊണ്ടുപോകാനും ഉദ്ദേശിക്കുന്നുണ്ട്. ശക്തമായ പ്രതിരോധ മാർഗങ്ങളാണ് നിലവിൽ മൃഗശാലയിലുള്ളത്. ദിവസവും കൂടുകൾ സോഡിയം കാർബണേറ്റ് ലായനിയിൽ കഴുകുന്നുണ്ട്. മൃഗശാലയിലെ ജീവനക്കാരെ ഗേറ്റിലുള്ള കാരവെള്ളത്തിൽ കാൽ കഴുകിപ്പിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. മൃഗശാലയിലെ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായെങ്കിലും ജില്ലയിൽ കന്നുകാലികൾക്കിടയിൽ രോഗം പടരുകയാണ്. ഇതുവരെ 8,000-ഓളം മൃഗങ്ങളിൽ കുളമ്പ് രോഗം സ്ഥിരീകരിക്കുകയും 1,500-ഓളം കാലികൾ ചാവുകയും ചെയ്തു. പലയിടങ്ങളിലും മൃഗാശുപത്രിയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും കാര്യങ്ങൾ അവതാളത്തിലാക്കുകയാണ്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, തൃശൂർ.